അറബിക്കടലിൽ വീണ്ടും കടൽ കൊള്ളക്കാരെ നേരിട്ട് ഇന്ത്യൻ നാവികസേന. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ കപ്പലും പാകിസ്ഥാൻ ജീവനക്കാരെയുമാണ് മോചിപ്പിച്ചത്. 12 മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലാണ് ഈ മോചനം സാധ്യമായത്. മനു ഭരത ചേരുന്നത് വിശദാംശങ്ങളുമായി. മനു, ഇതിനു മുമ്പും ഇത്തരത്തിൽ കടൽ കൊള്ളക്കാരെ തുരത്തിയ സാഹചര്യമുണ്ട്. അത് ഇന്ത്യൻ നാവികസേനയുടെ നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ 23 പാകിസ്ഥാൻ പൗരന്മാർക്ക് രക്ഷകരായി മാറുന്നത് ഇന്ത്യൻ നാവികസേനയാണ്. അതെ, ഇന്ത്യൻ നാവികസേന ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അപകടത്തിൽപ്പെട്ട ആരെയും സഹായിക്കാൻ ഉള്ള സന്നദ്ധത നാവികസേനയ്ക്കുണ്ട്. അവരുടെ രാജ്യം ഏത് ആയാലും അത് നോക്കിക്കാണുന്നില്ല. മറിച്ച് ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതിനാണ് പരമ പ്രാധാന്യം നൽകുന്നതെന്ന് നാവികസേന വ്യക്തമാക്കുന്നു. അത് വളരെ പ്രകടമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇറാനിയൻ കപ്പൽ കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരം നാവികസേനയ്ക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ അതിൽ അടിയന്തരമായി നാവികസേന ഇടപെടുന്നു. സൊക്കോർട്ടിയ എന്ന ഈ ദ്വീപിന് സമീപത്ത് വെച്ചാണ്, അവിടുന്ന് ഒരു 90 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ കപ്പൽ ഈ കടൽ കൊള്ളക്കാർ കൈവശപ്പെടുത്തുന്നത്. യമൻ തീരത്താണ് ഈ ദ്വീപുള്ളത്. അങ്ങോട്ടേക്ക് നാവികസേന തിരിക്കുന്നു. 2 സുപ്രധാന കപ്പലുകൾ, ഇന്ത്യൻ പടക്കപ്പലുകൾ, ഒന്ന് INS സുമേധ, മറ്റൊന്ന് INS തൃശൂർ. ഈ 2 കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് 12 മണിക്കൂർ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിലാണ് ഈ കടൽ കൊള്ളക്കാരെ മുഴുവൻ കീഴടക്കുന്ന രീതിയിലേക്ക് നാവികസേനയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ നാവികസേന ഈ കടൽ കൊള്ളക്കാരെ നേരിടുന്നൊരു സാഹചര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിയേഴ്സ് പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ നടപടിയാണ് സ്വീകരിച്ചത്. അതിനുശേഷമാണ് ഈ കപ്പലിനകത്തുണ്ടായിരുന്ന 23 പാകിസ്ഥാൻ സ്വദേശികളായ ആളുകളെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും പിന്നീട് ഇവർക്ക് തുടർന്ന് സുഗമമായി മത്സ്യബന്ധനം നടത്താൻ ഉള്ള സൗകര്യങ്ങളിലേക്ക് ഇവരെ അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സൊക്കോത്ര ഐലൻഡിന് സമീപത്ത് വെച്ച്, അല്ലെങ്കിൽ ദ്വീപുകൾക്ക് സമീപത്ത് വെച്ച് നടത്തിയ ഈ ഒരു പ്രയത്നം നാവികസേന ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രം അല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ചു കാലത്തിന് മുൻപ് തന്നെ റിയൺ എന്ന ഒരു കപ്പലിന് നേരെ ഇതുപോലെ സമാനമായ രീതിയിൽ ഒരു ആക്രമണമുണ്ടായി. ഇന്ത്യൻ തീരത്ത് നിന്ന് 2600-ലധികം കിലോമീറ്റർ അകലെ വെച്ചാണ് ആ കപ്പലും ഇതുപോലെ കടൽ കൊള്ളക്കാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. എന്നാൽ അവിടെ 35 കടൽ കൊള്ളക്കാരാണ് ആ കപ്പൽ പിടിച്ചെടുത്തത്. അവരെ എല്ലാം കീഴടക്കിക്കൊണ്ട് 17 കപ്പൽ ജീവനക്കാരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേപോലെ മറ്റൊരു സുപ്രധാന സംഭവം നമുക്ക് ഓർക്കുകയാണെങ്കിൽ, ഏഡൻ കടലിടുക്കിൽ വെച്ച് ഒരു മർച്ചന്റ് വെസലിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും നാവികസേന പാഞ്ഞെത്തുകയും ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കപ്പലിനകത്തുണ്ടായിരുന്ന 21 പേരെ ഇന്ത്യൻ നാവികസേന സുരക്ഷിതമായി അവരെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ അറബിക്കടലിന് സമീപത്തുള്ള പ്രദേശങ്ങളിലും എല്ലാം വളരെ കൃത്യമായ ജാഗ്രത പാലിക്കുകയും ഒപ്പം തന്നെ കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ട എല്ലാവിധ പ്രയത്നങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ അപകടങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം വളരെ സജീവമായി ഇടപെടുന്നു ഇന്ത്യൻ നാവികസേന എന്നത് കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ഈ നേട്ടവും ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു തിലകക്കുറി തന്നെയാണ്. തീർച്ചയായും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവരെ തിരിച്ചോടിക്കുന്ന ഇന്ത്യൻ സേന തന്നെയാണ് അപകടത്തിൽപ്പെട്ട 23 പാകിസ്ഥാൻകാരെ രക്ഷപ്പെടുത്തിയത് എന്നതാണ്.